എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. ഇത് ക്രിസ്മസ് സീസൺ ആണല്ലോ. ഈ സീസണിന് പറ്റിയ ഒരു കേക്കാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ആദ്യമായിട്ട് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കണം. അതിന് മൈദ, കൊക്കോ പൗഡർ, പഞ്ചസാര പൊടിച്ചത്, 4 മുട്ട, വനില എസൻസ്, ബേക്കിംഗ് പൗഡർ, ചൂടുവെള്ളവും വേണം. ആദ്യമായിട്ട് നമുക്ക് ഈ സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. ഇത് മൈദയാണ്. ഇത് 100 ഗ്രാം മൈദയാണ്. മൈദ ഒരു അരിപ്പയിലേക്ക് ഇടുക. ഇത് അളന്ന് വെച്ചിരുന്ന മൈദയാണ്, 100 ഗ്രാം. ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അളവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൊക്കോ പൗഡർ, അൺസാൾട്ട് ആൻഡ് സ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്, അതൊരു 1/4 കപ്പ്. പിന്നെ ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂണ്. ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുമ്പോൾ ലെവലായിട്ട് എടുക്കണം, അത് പ്രധാനമാണ്. അതും ചേർത്ത് ഒന്ന് അരിച്ചു വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ തന്നെ ഇത് ഒരു 9 ഇഞ്ച് കേക്ക് ടിന്ന് ബട്ടർ പുരട്ടിയിട്ട് മൈദ തൂവി അതിൻ്റെ ശേഷം ബട്ടർ പേപ്പർ വെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ചെയ്യണം. പിന്നെ മുട്ട, 4 മുട്ടയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് വെള്ള തിരിക്കണം, വെള്ളയും ഉണ്ണിയും തിരിച്ചു എടുക്കണം. മുട്ടയുടെ വെള്ള ഉണ്ണിയും തിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ 4 മുട്ട വെള്ള ഉണ്ണി തിരിച്ചു വെച്ചു നമ്മൾ. എന്നിട്ട് ഈ വെള്ള വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഓവന് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഇത് പഞ്ചസാര പൊടിച്ചതാണ്, അത് കുറേശ്ശെ ചേർത്ത് അടിക്കുക. നല്ല ഫ്ലഫിയായി വന്നു. ഇതിലേക്ക് 2 ടീസ്പൂണ് മുട്ട ഉണ്ണിയിലേക്ക് 2 ടേബിൾ സ്പൂണ്
വനില എസൻസ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് അടിക്കണം. നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ സ്പഞ്ച് കേക്കിന് അധികം മധുരമൊന്നും കാണില്ല. നമുക്ക് ഈ ബീറ്റിങ് നിർത്തി വയ്ക്കാം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്യുന്ന മൈദയും കൊക്കോ പൗഡറും കൂടെ അരിച്ചു വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് 2 പ്രാവശ്യമായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യാം. തടിത്തവി ഉപയോഗിച്ച് ഫോൾഡ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂണ് ഹോട്ട് വാട്ടർ. ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. നല്ലതുപോലെ യോജിപ്പിക്കാം. ഇത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക. ഓവന് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. നമ്മൾ ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇത് 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. അവിടെ ഇരുന്ന് ബേക്ക് ആകട്ടെ. നമുക്ക് ഫില്ലിങ്ങിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്യണം. ഇത് 600 ml വിപ്പിംഗ് ക്രീമാണ്. ഇത് 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. അതും ചേർത്ത് ഒരു വിപ്പർ കൊണ്ട് വിപ്പ് ചെയ്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസും ചേർക്കണം. വനില എസൻസ് ഇത് ഞാൻ അളന്ന് വെച്ചിരുന്നു, അതും ചേർക്കുക. ഒരു വിപ്പർ കൊണ്ട് വിപ്പ് ചെയ്താൽ മതി ആദ്യം. അത് പഞ്ചസാര ഒന്ന് എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടിയിട്ട്. ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ട് മൂടി വയ്ക്കണം. വിപ്പ് ചെയ്യുന്ന ഇത് വയ്ക്കണം. ഇതിൻ്റെ കൂടെ ഫ്രിഡ്ജിൽ വയ്ക്കാം നമുക്ക് ഒരു 10 മിനിറ്റ്. ഇത് 500 ഗ്രാം ചെറിയ സിറപ്പോട് കൂടിയതാണ്. ഇത് സിറപ്പും ചെറിയും നമുക്കൊന്ന് വേർതിരിക്കണം അരിപ്പയിലൂടെ. അവിടെ ഉപയോഗിക്കുന്നത് ടാർട്ടായിട്ടുള്ള ചെറിയാണ്, മധുരം ചേർക്കാത്ത ചെറിയാണ്. ഇവിടെ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ
ഈ മധുരമുള്ള ചെറി ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാലും മതി. നമുക്ക് ഇത് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ സിറപ്പ് ഇതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു അരിപ്പയിലൂടെ അരിക്കണം. ചെറി നമുക്ക് ഇതിലേക്ക് തന്നെ ഇടാം. ഇതിലേക്ക് ഇതൊരു 50 ഗ്രാംസ് ഷുഗർ ചേർത്ത് നമുക്കൊന്ന് ബോയിൽ ചെയ്യണം. ഇത് ചെറിയിലുണ്ടായിരുന്ന സിറപ്പ് 50 ഗ്രാം പഞ്ചസാരയും കൂടി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചെറി ബ്രാൻഡിയാണ്. അവിടെ ഈ ടാർട്ട് ചെറി ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്ന ചെറി ബ്രാൻഡി ചേർത്ത് ഇളക്കുക. ഇതിലും ഈ 2 ടേബിൾ സ്പൂണ് ചെറി ബ്രാൻഡി ചേർത്ത് ഇതാണ് ആ കേക്കിന് അത്രയും നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ തരുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ ബീറ്റ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം, അതെടുത്ത് ഒന്ന് വിപ്പ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആ വിപ്പിംഗ് ക്രീമാണ് എടുത്തുകൊണ്ട് വന്നതാണ്. ഐസ് ക്യൂബ്സ് ആണ്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നല്ലതുപോലെ വിപ്പ് ചെയ്യുക.